ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. ആ ബുക്ക് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ബുക്കാണ്, സമാധാനത്തിന്റെ ബുക്കാണ്. ഷാർജയുടെ ആദരണീയനായ പ്രസിഡന്റ് നിസാർ തളങ്ങരയാണ്. ഈ ഷാർജ 43 ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കുക. 4 പതിറ്റാണ്ട് അതുമായി ഷാർജ മുന്നേറുക. ഷാർജ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ അറബ് വേൾഡ് എന്നാണ് മുമ്പ്, പക്ഷെ ഞാൻ പറഞ്ഞത് അറബ് വേൾഡിന്റെ ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി ഇന്ന് മാറി. അത് ബുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സഹോദര്യത്തിന്റെയാണ്, ആശയ കൈമാറ്റത്തിന്റെയാണ്, സ്നേഹത്തിന്റെയാണ്. അതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സൈനസ് റൂളർ, ഇതിന് നൽകിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ നന്മയും ഇവിടെ നിന്ന് ഒന്നുകൂടി തുടങ്ങണം. അതാണ് ഒരു സ്ലോഗൻ തന്നെ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക്. സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക്. ആ ബുക്ക് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ബുക്കാണ്, സമാധാനത്തിന്റെ ബുക്കാണ്. ആ പുസ്തകം ഒന്നുകൂടി 40 ആണ്ട് കഴിയുമ്പോൾ പൂർണ്ണാധികം ശക്തിയോടുകൂടി അതിന്റെ പാർട്ടിസിപ്പേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിസിപ്പേറ്റഡ് ബുക്ക് ഷോ ആയിട്ട് ഇത് മാറിയത്. അതുപോലെ നമ്മുടെ ഏഷ്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി ഒരുപാട് ശരിക്കും നമുക്ക് തന്നെ അറിയാം, 450ഓളം പുസ്തകങ്ങളാണ് ഒരു ദിവസം ഒരു ഈ സീസണിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. അത് അവിടത്തതാണ്. പക്ഷെ അല്ലാതെ തന്നെ മറ്റ് സ്റ്റാളുകളിൽ പോലും പുസ്തകങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, അത് എനിക്ക് തോന്നുന്നു ഈ ഹോൾ നമ്പർ 7 എന്ന് പറയുന്നത് ഒരു മലയാളം ഡൊമിനേഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ കൗൺസിൽ ജനറൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ആശയം എന്ന് പറയുന്നത് അടുത്ത വർഷം മുതൽ നമ്മൾക്ക് കൂടുതൽ കന്നഡ, തമിഴ്, ബംഗാളി, ആസാമി, ഗുജറാത്തി ബുക്കുകളും അതൊക്കെ വരണം ഇവിടെ. അപ്പൊ അതിന്റെ ഇനിഷ്യേറ്റീവ് ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ അത് മലയാളം വളരെയധികം മുമ്പോട്ട് പോയി ഇത്ര കാലം കൊണ്ട്. അത് ഇനി ശക്തമായിട്ട് ബാക്കിയുള്ള ഭാഷകൾ കൂടി വരണം. ഇപ്പൊ ഒരു ആശയ സംവാദം ഉണ്ടാവുമ്പോൾ നമ്മളെ കുറേയൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാനും അവരെ മനസ്സിലാക്കാനും കൂടുതൽ സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പ്രാവശ്യം ഷാർജ അസോസിയേഷൻ വേദി വ്യത്യസ്തമാക്കിയത്. ഇവിടെ കുറച്ചുകൂടി ചർച്ചകൾ നടക്കണം, കുറച്ചുകൂടി ഒരു മെന്റർ റോൾ എടുക്കാനാണ് ഷാർജ അസോസിയേഷൻ തീരുമാനിച്ചത്. അപ്പൊ അതിനൊരു ലീഡ് ഇപ്രാവശ്യം ഞങ്ങൾ തുടങ്ങി. അപ്പൊ ഇനി വരുന്ന ബുക്ക് സ്റ്റാളുകളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബുക്കുകൾ കൂടി, പ്രസാധകരെ കൂടി, എഴുത്തുകാരെ കൂടി ഇവിടെ കൊണ്ടുള്ള ശ്രമം നടത്തുന്നത്. വെരി ഗുഡ്. അത് വളരെ ശ്ലാഘനീയമായ ഒരു മുന്നേറ്റമാണ്. അപ്പം ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് പിന്നെ അതുപോലെ തന്നെ അങ്ങയുടെ കൂടെയുള്ള ഭരണസമിതിക്ക് അവർ ടിവിയുടെ താങ്ക് യു വെരി മച്ച്.